ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽ അനാലിസിസും വരുന്ന ആഴ്ച മികച്ച റിട്ടേൺ തരാൻ ശേഷിയുള്ള 3 സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ നമ്മൾക്ക് വളരെ മികച്ച ഒരു ബുള്ളിഷ് ട്രെൻഡായിരുന്നു കാണാൻ സാധിച്ചത്. എന്നിരുന്നാലും ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 200 മുതൽ 250 പോയിൻ്റ് വരെയുള്ള ഇടിവാണ് കാണാൻ സാധിച്ചത്. അതായത് ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷനിൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ബിയറിഷ് ക്യാൻഡിലിനെ ഒരു ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നതിന് പകരം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ലോങ് ടൈം ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ലോങ് ടൈം ട്രെൻഡ് പോസിറ്റീവ് അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോങ് ടൈം പൊസിഷൻ എടുത്തിരിക്കുന്ന ട്രേഡേഴ്സ് വീക്കെൻഡ് റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രൈഡേയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താറുണ്ട്. ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് മാത്രമേ നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ക്യാൻഡിലിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിഫ്റ്റിയുടെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾക്ക് ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നോർമലി ബുള്ളിഷ് ട്രെൻഡിലും നിഫ്റ്റി അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷമുള്ള ഒരു ഫർദർ റാലി ആയിരുന്നു കാഴ്ചവെക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള നിഫ്റ്റിയുടെ ക്യാൻഡിൽ പാറ്റേണുകളെല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുന്നതിന് മുൻപേ അടുത്ത റാലിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതായത് നിഫ്റ്റി അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനും മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഓവർ ബുള്ളിഷ് അല്ലെങ്കിൽ വളരെ വലിയ ഒരു ബുള്ളിഷ്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നിഫ്റ്റിയുടെ മറ്റ് ലെവൽസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ലെവലായിട്ട് നമ്മൾക്ക് 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും ഒരു സപ്പോർട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിഫ്റ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ സാധിക്കുകയില്ല. പകരം അവർലി ചാർട്ട് ഉപയോഗിച്ചാണ് നമ്മൾക്ക് ഇപ്പോൾ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർലി ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും മികച്ച ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് 17,450 എന്ന ലെവലാണ്. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും വീക്ക്ലി ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും വളരെ ഉയർന്ന റിലേറ്റീവ് സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. വീക്ക്ലി RSI നോക്കുകയാണെങ്കിൽ 70ക്ക് മുകളിലാണ് RSI എന്നുകൂടി നമ്മൾക്ക് കാണാൻ സാധിക്കും. ഷോർട്ട് ടൈം ട്രെൻഡിലെയും അതുപോലെ തന്നെ മിഡ് ടൈം ട്രെൻഡിലും ഇത് നിഫ്റ്റിയിൽ ഉണ്ടാകാൻ പോകുന്ന ബുള്ളിഷ്നെസ്സിനെ തന്നെയാണ് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ കണ്ടിന്യൂ ആകാൻ പോകുന്ന ബുള്ളിഷ്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ, അതായത് ലാസ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ അല്ലെങ്കിൽ വീക്കിൻ്റെ ഓൾ ടൈം ഹൈയിലല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഫ്രൈഡേയിൽ ഫോം ചെയ്തിരിക്കുന്ന ബിയറിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാൻഡിൽ തന്നെയാണ്. എന്നിരുന്നാലും ഈ വീക്കിലെ ക്യാൻഡിൽ ലാസ്റ്റ് വീക്കിൽ ഫോം ചെയ്ത ക്യാൻഡിലിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. ഇതും നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന അപ് ട്രെൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയേക്കാൾ വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ക്യാൻഡിൽ പാറ്റേണും അതുപോലെ തന്നെ ചാർട്ട് പാറ്റേണും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അതായത് വരും സമയങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും അതുവഴി നമ്മൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിൽ പാറ്റേൺ തന്നെ പറയുന്നത്. കാരണം നിഫ്റ്റിയിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചതുപോലെ തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അപ്വേഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഇതുവരെയും അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുമില്ല. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയുടെ RSI നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി വീക്കിലി RSI നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന റിലേറ്റീവ് സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഹൈ ബൈയിങ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയ 38,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി 38,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഫെസ്റ്റിവൽ സീസണോടുകൂടി ബാങ്ക് നിഫ്റ്റി ഏകദേശം, അതായത് വരുന്ന 2-3 മാസത്തിനുള്ളിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം 40,000 എന്ന ലെവൽ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് വരുന്ന ആഴ്ച വളരെ മികച്ച റിട്ടേൺ തരാൻ ശേഷിയുള്ള 3 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഈ സ്റ്റോക്കുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്വിംഗ് ട്രേഡ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST എന്നിവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ബാങ്ക് നിഫ്റ്റിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് HDFC ബാങ്ക് എന്ന സ്റ്റോക്ക്. HDFC ബാങ്ക് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ ഒരു കൺസോളിഡേഷൻ ആയിരുന്നു കഴിഞ്ഞ 6 മാസമായി കാണാൻ സാധിച്ചത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2021 ജനുവരി മാസം മുതൽ തുടക്കത്തിലുണ്ടായ ഒരു വലിയ മൊമെൻറ്റത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഇതുവരെയും നമ്മൾക്ക് മൊമെൻറ്റം വന്നിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ 2021 ജനുവരി മാസം മുതലുള്ള പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 ജനുവരി 28
28-ാം തീയതിയോ 29-ാം തീയതിയോ ഈ സ്റ്റോക്ക് 1310 രൂപ എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾക്ക് ഫെബ്രുവരി മാസത്തോടു കൂടി ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു മൊമെൻറ്റമാണ് കാണാൻ സാധിച്ചത്. ഫെബ്രുവരി 15-16 ഈ സ്റ്റോക്ക് 1640 രൂപ എന്ന സ്റ്റോക്കിൻ്റെ നിയർ ടൈം ഹൈയിലേക്ക്, ഓൾ ടൈം ഹൈയിലേക്ക് ഒരു റാലി നടത്തി. അവിടെ നിന്നും ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ ഒരു ഡൗൺ ട്രെൻഡും കൺസോൾട്ടേഷനും കാണാൻ സാധിച്ചു. അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയും 2021 ഏപ്രിൽ മാസത്തോടുകൂടി ഈ സ്റ്റോക്ക് വീണ്ടും 1350 രൂപ എന്ന സപ്പോർട്ട് സോണിൽ എത്തുകയും ചെയ്തു. അവിടെ നിന്നും ജൂലൈ മാസത്തിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു മൊമെൻറ്റം കാണാൻ സാധിച്ചു, അതായത് ഒരു അപ് ട്രെൻഡ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. സ്റ്റോക്ക് 1550 രൂപ എന്ന അപ് ട്രെൻഡ് മൊമെൻറ്റത്തിലായിരുന്നു പിന്നീട് ട്രേഡ് ചെയ്തത്. അതായത് 1350 എന്ന സ്റ്റോക്കിൻ്റെ സപ്പോർട്ടും 1550 റെസിസ്റ്റൻസിനും ഇടയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഈ കാലയളവിലെല്ലാം HDFC ബാങ്ക് നടത്തിയിരുന്നത്. അതിനുശേഷം റീസെൻ്റ്ലി ഈ സ്റ്റോക്ക്, അതായത് 2021 ജൂലൈ മാസം അവസാനത്തോടുകൂടി ഈ സ്റ്റോക്ക് വീണ്ടും 1440 രൂപ എന്ന റേഞ്ചിലാണ് സപ്പോർട്ട് എടുത്തത്. സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സപ്പോർട്ടുകളും സ്റ്റോക്ക് അതിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലാണ് എടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്റ്റോക്കിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചാണ് ഈ സ്റ്റോക്കിൻ്റെ ക്രൂഷ്യൽ സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ സെപ്റ്റംബർ മാസത്തിൽ സ്റ്റോക്ക് വീണ്ടും 1580 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ഹൈ ആയ 1640 രൂപ എന്ന റേഞ്ചിനടുത്തുള്ള ഒരു ബ്രേക്കൗട്ടാണ് ഈ സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകാൻ പോകുന്ന വളരെ വലിയൊരു ബുള്ളിഷ് മൊമെൻറ്റം HDFC ബാങ്കിനും ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്കൊരു സംശയവും വേണ്ട. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വരും സമയങ്ങളിൽ നമ്മൾക്ക് വളരെ വലിയൊരു റാലി പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സ്റ്റോക്കിൽ നമ്മൾക്കൊരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ഒരാവശ്യവുമില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കേണ്ട ബാങ്കിങ് സെക്ടറിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് തന്നെയാണ് HDFC ബാങ്ക് എന്ന സ്റ്റോക്ക്. പ്രത്യേകിച്ചും കൊട്ടക് മഹീന്ദ്ര ബാങ്ക് പോലുള്ള HDFC ബാങ്കിൻ്റെ കോമ്പറ്റീറ്റേഴ്സും അതുപോലെ തന്നെ ലാർജ് ക്യാപ് ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം നന്നായി പെർഫോം ചെയ്യുന്ന സാഹചര്യത്തിൽ HDFC ബാങ്ക് എന്ന സ്റ്റോക്കിലും വളരെ വലിയൊരു മൊമെൻറ്റം വരാനാണ് സാധ്യത കൂടുതൽ. ഇനി HDFC ബാങ്കിൽ ഉണ്ടാകുന്ന ഓരോ കറക്ഷനും ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏറ്റവും മികച്ച ബൈയിങ് സപ്പോർട്ടായിട്ട് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 1440 രൂപ എന്ന റേഞ്ച് തന്നെയാണ്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. രണ്ടാമത്തെ സ്റ്റോക്കാണ് SBI കാർഡ് എന്ന സ്റ്റോക്ക്. SBI കാർഡ് എന്ന സ്റ്റോക്കും HDFC ബാങ്ക് പോലെ തന്നെ അത്ര മികച്ച റിട്ടേൺ ജനറേറ്റ് ചെയ്തു തന്ന ഒരു സ്റ്റോക്കല്ല. 2021 വർഷത്തെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 880 രൂപ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 1150 രൂപ എന്ന ലെവലിലേക്കുള്ള ഒരു റാലി നൽകിയിരുന്നു. 2021 മാർച്ച് മാസത്തിൽ ഈ സ്റ്റോക്ക് 1150 രൂപ എന്ന ലെവൽ അറ്റൈൻ ചെയ്തതിന് ശേഷം സ്റ്റോക്കിൽ വീണ്ടും കറക്ഷൻ വരികയും സ്റ്റോക്ക് 900 രൂപ എന്ന റേഞ്ചിലുള്ള ഒരു സപ്പോർട്ടിലേക്ക് എത്തുകയും ചെയ്തു. 900 രൂപ എന്ന റേഞ്ചിൽ നിന്നുള്ള സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് വീണ്ടും 1150 രൂപ എന്ന ലെവലിലേക്ക് എത്തുകയും അവിടെ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ശേഷം ഈ സ്റ്റോക്ക് മൂന്നാമത്തെ പ്രാവശ്യമാണ് 1150 രൂപ എന്ന ലെവലിലേക്ക് എത്തുന്നത്. അതായത് ഓരോ പ്രാവശ്യവും സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കാം. അതുപോലെ തന്നെ സ്റ്റോക്ക് ഒക്കേഷണലി അതിൻ്റെ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിൽ സപ്പോർട്ട് എടുക്കാറുണ്ട്. സ്റ്റോക്ക് മേജറായിട്ട് സപ്പോർട്ട് എടുക്കുന്നത് അതിൻ്റെ 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലാണ്. ഇനി നമ്മൾക്ക് ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പരിചയപ്പെടാം. സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേണും അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിൻ്റെ ഓപ്പർച്യൂണിറ്റിയുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. സ്റ്റോക്കിൻ്റെ റീസെൻറ്റ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ സ്റ്റോക്ക് 950 രൂപ എന്ന റേഞ്ചിൽ നിന്നും 1050 രൂപ എന്ന റേഞ്ചിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തി. അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് 1000 രൂപ എന്ന റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം 1150 രൂപ എന്ന റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തി. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് സോണിലാണെന്ന് പറയാൻ സാധിക്കും. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസായ 1075 രൂപ എന്ന് പറയുന്ന പ്രൈസ് തന്നെയാണ് ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ
ചാർട്ട് പാറ്റേൺ ബന്ധപ്പെട്ട ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം. ചാർട്ട് പാറ്റേണുമായി ബന്ധപ്പെട്ട ട്രേഡ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി വീക്ക്ലി ചാർട്ട് അനാലിസിസിലേക്ക് കിടക്കാം. വീക്ക്ലി ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റോക്കിൽ ഒരു അസെൻഡിങ് ട്രയാങ്കുലർ പാറ്റേൺ ചാർട്ട് ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്റ്റോക്കിൽ ഉള്ളതെന്ന്. അതുപോലെ തന്നെ സ്റ്റോക്ക് അതിൻ്റെ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഉള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റാണ് സ്റ്റോക്ക് എല്ലായ്പ്പോഴും നടത്തുന്നത് എന്നുള്ള ഫാക്റ്റും. ആദ്യം തന്നെ സ്റ്റോക്കിൻ്റെ അസെൻഡിങ് ട്രയാങ്കുലർ ചാർട്ട് പാറ്റേൺ ബ്രേക്കൗട്ടിലേക്ക് കിടക്കാം. അതായത് SBI കാർഡ് എന്ന സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു അസെൻഡിങ് ട്രയാങ്കുലർ പാറ്റേൺ കാണാൻ സാധിക്കും. ഇവിടെ ഈ സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടായ ഏകദേശം 900 രൂപ എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റോക്ക് 1100 രൂപ എന്ന റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയും അതിനുശേഷം ഈ സ്റ്റോക്ക് വീണ്ടും 950 രൂപ എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം 1100 രൂപ എന്ന റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയും ചെയ്തു. ശേഷം ഈ സ്റ്റോക്ക് 1000 രൂപ എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇപ്പോൾ സ്റ്റോക്ക് 1100 രൂപ അല്ലെങ്കിൽ 1100 രൂപ എന്ന റേഞ്ചിൽ വീണ്ടും സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഒരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റിയും ബ്രേക്ക് ഡൗൺ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. അസെൻഡിങ് ട്രയാങ്കുലർ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ മൂവ്മെൻറ്റ് റേഞ്ച് വളരെയധികം നാരോ ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂടുതൽ നാരോ ആകുമ്പോൾ അതായത് ഇപ്പോഴത്തെ 1100 രൂപ എന്ന റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്കിൽ ഒരു കൂൾ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒബിയസ്ലി 1050 അല്ലെങ്കിൽ 1020 രൂപ എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുക്കുകയും നെക്സ്റ്റ് മൂവ്മെൻറ്റിൽ ഈ സ്റ്റോക്ക് 1100 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയുമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ പോസിബിലിറ്റിയും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ബുള്ളിഷ് മാർക്കറ്റ് ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റിക്കുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒക്കേഷണലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ 2 രീതിയിലുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യുക. അവിടെ നിന്നും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ക്രൂഷ്യൽ സപ്പോർട്ടായ 1020 രൂപ എന്ന് പറയുന്ന അല്ലെങ്കിൽ 1020-നും 1100 രൂപയ്ക്കും ഇടയിലുള്ള റേഞ്ചിൽ സ്റ്റോക്കിൽ എൻട്രി ചെയ്തുകൊണ്ട് നമ്മൾക്ക് 1100 രൂപ എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് 1250, 1300 എന്നീ ടാർഗറ്റുകൾ വരും സമയങ്ങളിൽ അച്ചീവ് ചെയ്യാവുന്നതാണ്. കറണ്ട് മാർക്കറ്റ് സീനറിയോയിൽ അട്രാക്റ്റീവായിട്ടുള്ള ചാർട്ട് പാറ്റേണും അതുപോലെ തന്നെ നല്ലൊരു മൊമെൻറ്റവും പ്രതീക്ഷിക്കാവുന്ന IT സെക്ടറിലെ സ്റ്റോക്കാണ് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ അഥവാ FSL എന്ന സ്റ്റോക്ക്. FSL എന്ന സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിലും ഡെയിലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിലും അവിടെ നമ്മൾക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാവുന്നതാണ്. ആദ്യം തന്നെ FSL എന്ന സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കാം. വീക്ക്ലി ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 140 രൂപ എന്ന റേഞ്ചിലേക്ക് ഒരു റാലി നടത്തിയതിന് ശേഷം അതിനുശേഷം നമ്മൾക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ഈ സ്റ്റോക്ക് റിക്കവറി ഫേസിലായിരുന്നു. റിക്കവറി ഫേസിൽ സ്റ്റോക്ക് 200 രൂപ എന്ന ലെവൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വീക്കിൽ ഒരു വീക്ക്ലി ബ്രേക്കൗട്ട് നൽകിയിരിക്കുകയാണ്. അതായത് റിക്കവറി ഫേസിൽ നിന്നുള്ള ഒരു മൈനർ വീക്ക്ലി ബ്രേക്കൗട്ടാണ്. ഈ മൊമെൻറ്റം വരും ആഴ്ചകളിലും ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് കണ്ടിന്യൂ ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി സ്റ്റോക്കിൻ്റെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് കടക്കാം. ഡെയിലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ 240 രൂപ എന്ന റേഞ്ചിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം നമ്മൾക്ക് 200 രൂപ എന്ന റേഞ്ചിൽ സ്റ്റോക്കിൽ നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. അതായത് ഈ സ്റ്റോക്ക് ആദ്യം 180 രൂപ എന്ന റേഞ്ചിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം 200 രൂപ എന്ന റേഞ്ചിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിനുശേഷം സ്റ്റോക്കിൽ വീണ്ടും ഒരു മൈനർ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സെല്ലേഴ്സ് ഈ സ്റ്റോക്കിൽ നിന്നും ലെവൽ ഔട്ട് ആവുകയും ചെയ്തു. എങ്ങനെയാണ് സെല്ലേഴ്സ് ഈ സ്റ്റോക്കിൽ നിന്നും ലെവൽ ഔട്ട് ആയത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതായത് ഈ സ്റ്റോക്ക് കഴിഞ്ഞ 8 മുതൽ 9 ട്രേഡിംഗ് സെഷനിൽ കണ്ടിന്യൂസ് ആയി 180 രൂപ എന്ന റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഫ്രഷ് ബയേഴ്സ് എൻട്രി എടുക്കുകയും അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾക്കൊരു അപ്പ് റാലി കാണാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ റാലി ഈ സ്റ്റോക്കിന് 180 രൂപ എന്ന റേഞ്ചിൽ നിന്നും 195 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇവിടെ റേഞ്ചിലൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചു. കൺസോൾട്ടേഷന് ശേഷം സെക്കൻഡ് റാലി നമുക്ക് കാണാൻ സാധിച്ചു. എക്സാക്ട്ലി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോഴത്തെ കറണ്ട് സീനറിയോയിൽ ഈ സ്റ്റോക്കിന് 240 രൂപ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ടാർഗറ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിനാരിയോയിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസായി കൺസിഡർ ചെയ്യേണ്ടത് 180 രൂപ എന്ന റേഞ്ചാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്